ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് വർക്കുകൾ ചെയ്യാൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ വെച്ചിട്ട് കുറച്ച് വർക്കുകളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സെൻറ്റൻസ്, നിനക്ക് വിശക്കുന്നുണ്ടോ? നിനക്ക് വിശക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. നമ്മളിപ്പം വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആ ഡേഷ് ഹംഗ്രി എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? നിനക്ക് വിശക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ ഇവിടെ പോയിരിക്കുന്നത് നമ്മുടെ സബ്ജക്റ്റാണ്. ഏതായിരിക്കും? ആർ എന്ന് കണ്ടാൽ തന്നെ നമുക്കറിയാം അത് പ്ലൂരലിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ആർ ഷീ ആണോ യു ആണോ മീര എന്നാണോ? ഷീയും മീരയും സിംഗുലറാണ്. അപ്പോൾ എന്തായിരിക്കും? യു ആയിരിക്കും അല്ലേ. അപ്പോൾ ആർ യു നിനക്ക് എന്നാണല്ലോ. ആർ യു ഹംഗ്രി? നിനക്ക് വിശക്കുന്നുണ്ടോ? ഇനി അവൻ എന്നും രാവിലെ ഓടാറുണ്ടോ? അവൻ എന്നും രാവിലെ ഓടാറുണ്ടോ എന്നാണ്. അങ്ങനെ ഒരു പതിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാ പറയാം? ഡേഷ് ഹേ റൺ എവറി മോർണിംഗ് എന്നാണ്. ഡേഷ് ഹി, അതായത് ഇവിടെ ഒരു നമ്മുടെ ഓക്സിലറിയാണ് പോയിരിക്കുന്നത്. ഹി റൺ എവറി മോർണിംഗ്, അവൻ എന്നും രാവിലെ ഓടാറുണ്ടോ എന്ന് പറയുമ്പോൾ ഇവിടെ അവനാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ നമ്മുടെ ഓക്സിലറി ഏതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതായിരിക്കും? ഡു, ഡസ്, ഹാവ് ഏതായിരിക്കും നമ്മുടെ ഓക്സിലറി? ഇവിടെ ഏതായിരിക്കും നമ്മുടെ ഓക്സിലറി? ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണല്ലേ ഹി എന്ന് പറയുന്നത്. സോ ഡസ് എന്നായിരിക്കും. ഡസ് ഹി റൺ എവറി മോർണിംഗ്, അവൻ എന്നും രാവിലെ ഓടാറുണ്ടോ? ഇനി അവൾക്ക് പനിയുണ്ടോ? സബ്ജക്റ്റ് അവളാണ്. പനി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും? ഡസ് ഷീ ഡാഷ് എ ഫീവർ, ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി നമ്മൾ ഹാവോ ഹാസോ ആണ് യൂസ് ചെയ്യാറ്. ഇവിടുത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഏതാ യൂസ് ചെയ്യുക? ഹാസ് ആണോ? അല്ല, ഇവിടുത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഹാസ് അല്ല യൂസ് ചെയ്യേണ്ടത്. അതെന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഡസ് ഷീ ഡാഷ് എ ഫീവർ, ഹാസ് ഹാവ് വർ, വേറെ എന്തായാലും അല്ല. പിന്നെ ഹാസോ ഹാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്സിലറി ഇവിടെ ഡസ് വന്നത് കൊണ്ട് തന്നെ നമ്മളവിടെ എന്തായിരിക്കും? ഹാവ് എന്നായിരിക്കും അല്ലേ. ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹാവ് ആണ്. അപ്പോൾ ഡസ് ഷീ ഹാവ് എ ഫീവർ, അവൾക്ക് പനിയുണ്ടോ? നെക്സ്റ്റ്, നീ പഠിച്ചില്ലേ? അതുപോലെ ഞാൻ ബീച്ചിലെത്തി, ഇങ്ങനെയുള്ളതാണ്. അപ്പം നീ പഠിച്ചില്ലേ നെഗറ്റീവ് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നീ പഠിച്ചില്ലേ കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഡിഡിൻ യു ഡാഷ് എന്നാണ്. ഇവിടെ ഡിഡിൻ്റാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതായത് നീ പഠിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെർബ് എന്തായിരിക്കും? ഡിഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വെർബ് സ്റ്റഡി, സ്റ്റഡിങ്, സ്റ്റഡീഡ് ഏതായിരിക്കും വരിക? ING ഫോം വരുമോ? AD ഫോം വരുമോ? ഇല്ലല്ലോ. ഡിഡ് വരുന്ന സമയത്ത് വെർബ് V1 ഫോമിലായിരിക്കും. അപ്പോൾ സ്റ്റഡി അല്ലേ. ഡിഡിൻ യു സ്റ്റഡി? ഓക്കെ. ഞാൻ ബീച്ചിലെത്തി. ഞാൻ ബീച്ചിലെത്തി പാസ്റ്റ് ആണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പറയുക? ഐ ഡേഷ് ദ ബീച്ച്, ഞാൻ ബീച്ചിലെത്തി. എത്തി എന്ന് പറയാൻ വേണ്ടിയിട്ട് റീച്ച് ആണല്ലേ. അപ്പോൾ ബീച്ചിലെത്തി എന്ന് പറയുമ്പോൾ റീച്ച് ആണോ റീച്ച്ഡ് ആണോ വരിക? പാസ്റ്റിലാണല്ലോ. അപ്പോൾ റീച്ച്ഡ് എന്നാണ് അല്ലേ. ഐ റീച്ച്ഡ്, ഞാൻ ബീച്ചിലെത്തി. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ബസ് സ്റ്റോപ്പിലാണ്. ഐ ആം ഡേഷ് ദ ബസ് സ്റ്റോപ്പ് അറ്റ് ഇന്ന് ഓണ്. ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ബസ് സ്റ്റോപ്പിലാണ്. ഞാൻ ബസ് സ്റ്റോപ്പിലാണ് എന്നാണ്. ആം ഡേഷ് ദ ബസ് സ്റ്റോപ്പ്. ആം ഡേഷ് ദ ബസ് സ്റ്റോപ്പ്. ഇവിടെ അറ്റ് ഇന്ന് ഓണ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഒരു കൃത്യ പ്ലേസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആം ഡേഷ് ദ ബസ് സ്റ്റോപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു കൃത്യ സ്ഥലമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഏതൊരു പ്രിപ്പോസിഷനാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളാണ് കമൻറ്റ് അറിയിക്കേണ്ടത് കേട്ടോ. ഞാൻ ബസ് സ്റ്റോപ്പിലാണ് എന്ന് കൃത്യസ്ഥലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐ ആം ഡേഷ് ദ ബസ് സ്റ്റോപ്പ് അറ്റ് ഇന്നെ ഓണ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ ഈ വർക്കുകളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ WH ക്വസ്റ്റ്യന് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വീഡിയോ കാണുക. താങ്ക് യു സോ മച്ച്.